പൊതുമേഖലാ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് കെട്ടിട നികുതി പിരിക്കുന്നതിനെ ചൊല്ലി CAG-യും തിരുവനന്തപുരം നഗരസഭയും തമ്മിൽ തർക്കം. KSRTC-യുടെ ഉടമസ്ഥതയിലുള്ള ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നികുതി പിരിവിൽ നിന്ന് ഒഴിവാക്കിയതാണ് തർക്ക വിഷയമായത്. നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതിലും വിശദീകരണം ആവശ്യപ്പെട്ട് CAG നഗരസഭയ്ക്കും തദ്ദേശ വകുപ്പിനും കത്തയച്ചു. 24 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടാകുന്ന വരുമാന നഷ്ടത്തിന്റെ ഉദാഹരണമെന്ന നിലയിലാണ് ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കെട്ടിട നികുതി പിരിക്കാത്തത് CAG ചൂണ്ടിക്കാട്ടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെ ഓഡിറ്റ് ചെയ്തുള്ള 2024 കരട് റിപ്പോർട്ടിലാണ് കെട്ടിട നികുതി പിരിക്കാത്തത് മൂലം നഗരസഭയ്ക്ക് 13.88 ലക്ഷം രൂപ നഷ്ടമുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നത്. കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം സർക്കാർ ഉടമസ്ഥയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓഡിറ്റിംഗിനെത്തിയ CAG ഓഫീസിനോട് നഗരസഭ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനമാണെന്നാണ് CAG-യുടെ നിലപാട്. ഇതാണ് CAG-യും നഗരസഭയും തമ്മിലുള്ള തർക്കത്തിന് കാരണം. ശ്രീചിത്ര കോളേജിനെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് CAG നഗരസഭയ്ക്കും തദ്ദേശഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കത്തയച്ചു. ഏപ്രിൽ 17-നാണ് കത്ത് നൽകിയത്. 4 ആഴ്ചക്കുള്ളിൽ വിശദീകരണം അറിയിക്കണമെന്നാണ് കത്തിലെ നിർദ്ദേശം. അല്ലാത്തപക്ഷം അന്തിമ റിപ്പോർട്ടിൽ നികുതി നഷ്ടം ഉൾപ്പെടുത്തുമെന്നും CAG അറിയിച്ചിട്ടുണ്ട്. പ്രവേശനത്തിലും ഫീസ് ഘടനയിലും സാമൂഹ്യ നിയന്ത്രണത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ടാണ് ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിനെ നികുതി പിരിവിൽ നിന്ന് ഒഴിവാക്കിയതെന്നും അത് കൗൺസിലിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണെന്നുമാണ് നഗരസഭയുടെ വാദം. ഈ നിലപാട് തന്നെ CAG വീണ്ടും അറിയിക്കാനാണ് നഗരസഭാ തീരുമാനം. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.